ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. മീൻ മുളകിട്ടത്. തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത്. ചട്ടിയിലാണ് എപ്പോഴും മീൻ കറി ഉണ്ടാക്കാൻ നല്ലത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 8 മണി ഉലുവ ഇട്ട് കൊടുക്കുക. നല്ലതാണ്, മീൻ കറിയിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ 2 പച്ചമുളകും, ഇഞ്ചി ചതച്ചതും, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും, 2 വെളുത്തുള്ളി ചതച്ചതും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇടുക, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. അത് നിന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ല സോഫ്റ്റായി വന്ന് നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുക. പുളി ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് നല്ല പുളി ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി തക്കാളിയും കൂടെ ചേർത്തുകൊണ്ട് അതും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിൽ കുടംപുളി ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മീൻ കിങ് ഫിഷ് ആണ്, അതായത് അയക്കൂറ. പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും പറയുക. ഏത് ഫിഷ് ഉപയോഗിച്ച് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് നോക്കാം. മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രേവി ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് എടുക്കാം. ചിലർക്ക് നല്ല ഗ്രേവി വേണം, ചിലവർക്ക് അത്ര ഗ്രേവി വേണ്ട. അപ്പോൾ ഗ്രേവി വേണ്ടാത്തവർ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായ ഒരു റെസിപ്പിയാണ് മീൻ മുളകിട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്